ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. ആർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണിത്. കുട്ടികളുടെ ഉടുപ്പിനായാലും ഹെയർ ബാൻഡിനൊക്കെ ആയാലും ഇതുപോലുള്ള ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇതുവരെ ആരും ഈ രീതിയിലുള്ള ഫ്ലവർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. ഇവിടെ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ സാറ്റിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള തുണി ഏതായെങ്കിലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് ഇതുപോലുള്ള ഫ്ലവർ ഉണ്ടാക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ചെറിയ കഷ്ണം ഉപയോഗിച്ചിട്ടും ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ സാറ്റിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പത്തിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വേണം. ഞാനിപ്പോൾ മൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് റൗണ്ടായിട്ടുള്ളത് വെച്ചാൽ അതെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ വലിപ്പം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് റൗണ്ടായിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഇതുപോലുള്ളൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പീസിനെ ഞാനൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഞാൻ ഒരു തവണ തന്നെ ഒരുപാട് മടക്കുകളാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മൂടി വെച്ചിട്ട് ഞാൻ സെയിം അളവിൽ തന്നെ ഒന്ന് റൗണ്ടായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ചെണ്ണം ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെറ്റൽസ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ വീഡിയോയിലുള്ളത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ മടക്കിയതിന് ശേഷം ജസ്റ്റ് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. ഓരോ പെറ്റൽസും ഇതുപോലെ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ തുണിയും ഇതേപോലെ തന്നെ വേണം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ മുഴുവനും ഒരേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പെറ്റൽസും സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം കോർത്തെടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. എത്ര ടൈറ്റിൽ പറ്റുന്നോ അത്രയും ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക.
ഇനി പെറ്റൽസ് എല്ലാം എല്ലാ സൈഡിലേക്കും കറക്റ്റായിട്ട് വരുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു 8 എണ്ണമാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു ബട്ടണും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ഫ്ലവറാണിത്. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. കുട്ടികളുടെ ഫ്രോക്കിനും ഹെയർ ബാൻഡിനും ഒക്കെ വെച്ച് കൊടുക്കാം. കാണാനായിട്ട് നല്ല ഭംഗി തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.